നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ നിർണായകമായ ഒരു ഇടപെടൽ. കുറ്റവാളികളുടെ അപ്പീലിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ, കെ രമ അടക്കമുള്ള എതിർകക്ഷികൾക്കാണ്. ഇത് രാഷ്ട്രീയ കേസാണ് എന്നാണ് പ്രതികൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, പ്രതികൾ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ അപ്പീൽ അംഗീകരിക്കണമെന്നാണ്. എന്നാൽ എതിർഭാഗത്തെ കേൾക്കാതെ ഈ അപ്പീൽ അംഗീകരിക്കുക എന്നത് സാധ്യമല്ല എന്നറിയിച്ചാണ് കോടതി എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചത്. 6 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന നിർദ്ദേശമാണ് കോടതി നൽകിയിരിക്കുന്നത്. പ്രതികളുടെ ജാമ്യം സംബന്ധിച്ചുള്ള ആവശ്യത്തിൽ നോട്ടീസ് അയച്ചു. ശിക്ഷ ഇളവ് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് 1 മുതൽ 8 വരെയുള്ള പ്രതികളാണ്. ഇരട്ട ജീവപര്യന്തത്തിന് വിധിക്കപ്പെട്ടവരാണ് കേസിലെ ആദ്യ 6 പ്രതികളായ അനൂപ്, കിർമാണി മനോജ്, കൊടി സുനി, രജീഷ്, ഷാഫി, ഷിനോജ് എന്നിവർ. പ്രതികളുടെ ആവശ്യം 12 വർഷമായി ജയിലിലാണെന്നും ശിക്ഷ ഇളവ് ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നുമാണ്. കേസിൽ ഹൈക്കോടതി ശിക്ഷിച്ച ജ്യോതി ബാബുവും കെ കൃഷ്ണനും ശിക്ഷ ഇളവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇവരെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നുവെങ്കിലും ഹൈക്കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. അതേസമയം ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളെ ശിക്ഷ ഇളവിനുള്ള തടവുകാരുടെ പട്ടികയിൽപ്പെടുത്തിയ ജയിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സസ്പെൻഷൻ ഉത്തരവിട്ടത്. ഈ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. 3 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അന്ന് നടപടി സ്വീകരിച്ചത്. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ.എസ്. ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ബി.ജി. അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ഒ.വി. രഘുനാഥ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ടി.പി. കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവിന് നീക്കം നടക്കുന്ന വാർത്ത പുറത്തു വന്നതോടെ വലിയ രീതിയിലാണ് അത് വിവാദമായത്. ടി.പി. വധക്കേസിലെ മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, ടി.കെ. രജീഷ് എന്നീ പ്രതികൾക്ക് ഇളവ് നൽകാനായിരുന്നു ശ്രമം. 4, 5, 6 പ്രതികളാണ് ഇവർ. കോടതി വിധി മറികടന്നായിരുന്നു സർക്കാർ ഈ ഒരു നടപടിയിലേക്ക് കടന്നത്. മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത്, ടി.കെ. രതീഷ് എന്നിവർ ഉൾപ്പെടെ വിവിധ കേസുകളിലെ 56 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിനോടനുബന്ധിച്ചാണ് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് റിപ്പോർട്ട് തേടിയത്. കേസിലെ ഇരകളുടെ ബന്ധുക്കൾ, പ്രതികളുടെ അയൽവാസികളും ബന്ധുക്കളും എന്നിവരോട് സംസാരിച്ച ശേഷം റിപ്പോർട്ട് തയ്യാറാക്കി നൽകാനായിരുന്നു ആവശ്യം. ശിക്ഷാ ഇളവ് തേടി ടി.പി. കേസ് പ്രതികൾ 1 മാസം മുൻപ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ആവശ്യം തള്ളിയിരുന്നു. ടി.പി. വധക്കേസ് പ്രതികൾക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള നീക്കത്തിന് പിന്നാലെ കണ്ണൂർ ജയിൽ സൂപ്രണ്ടിനോട് ജയിൽ ഡി.ജി.പി. വിശദീകരണം തേടിയിരുന്നു. മാത്രമല്ല, ഇത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും ചർച്ചയായതാണ്. ടി.പി. കേസിലെ പ്രതികളുടെ ശിക്ഷാ ഇളവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസിൽ സ്പീക്കർ മറുപടി പറഞ്ഞതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. സർക്കാർ മറുപടി പറയേണ്ട കാര്യം സ്പീക്കർ പറയുന്നത് എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.